അപ്പൊ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാൻ അശ്വതി വിശ്വനാഥൻ റെഡിയാണ്. നമുക്കിപ്പം അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ? ചൂട് കൂടുന്ന പത്രങ്ങളിലൊക്കെ വാർത്തകളുണ്ട്, ചൂട് കൂടുന്നു, അൾട്രാവയൽ കിരണങ്ങളെ നമ്മൾ പേടിയോടുകൂടി തന്നെ നേരിടണം എന്ന് തുടങ്ങിയ തലക്കെട്ടുകളൊക്കെ നമ്മുടെ ദിനപത്രങ്ങളിൽ ഇടം പിടിച്ചൊരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് അശ്വതി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ കാലാവസ്ഥ വിശേഷങ്ങൾ അറിയാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പതിവ് പോലെ നമുക്ക് സഹായിയായി കേരളത്തിൻ്റെ മാപ്പുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് ഇന്ന് ചൂടിന് നേരിയ ശമനം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കുള്ള സൂചനയാണ് നൽകുന്നത്. ഈ ഇടിമിന്നൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഉയർന്ന താപനില രേഖപ്പെടുത്തിയ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉച്ചയോടെ താപനില ഉയരുമെന്നാണ് വിലയിരുത്തൽ. നമുക്ക് ആ ജില്ലകളിലെ താപനില പരിശോധിക്കാം. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കണ്ണൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ കോഴിക്കോട് ജില്ലയാണ്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോടിലെ താപനില. ഇതിന് പിന്നാലെ മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് എന്നുള്ളത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും നേരിയ ഒരു ആശ്വാസമാണ് നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് അപകടകരമായ നിലയിൽ എത്തിയിരിക്കുകയായിരുന്നു. ഈ അൾട്രാവയലറ്റ് സൂചിക പരിശോധിക്കുമ്പോൾ പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. ഈ രണ്ട് ജില്ലകളിലും UV ഇൻഡെക്സ് 11 റെഡ് അലേർട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ ഒരു ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് UV പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ മറക്കരുത്. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. നേരിട്ട് വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കണം. നന്നായി വെള്ളം കുടിക്കണം. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. ഉയർന്ന അന്തരീക്ഷ താപനിലയും നിലനിന്നിരുന്നു. നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുവെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ. സേതു. ശരി അശ്വതി. അപ്പോൾ അശ്വതിയാണ് കാലാവസ്ഥ വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ പറഞ്ഞതുപോലെ മഴയ്ക്കുള്ള സാധ്യതയൊന്നുമില്ല. വെയിൽ കൂടാൻ ചൂട് നിലനിൽക്കുന്ന അന്തരീക്ഷം തന്നെയാണ്.